ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ദിവസം, പുതിയ വചനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാവരെയും ഇത് കേൾക്കണം, എന്നെ കേൾക്കുക എന്നത് ഈ വചനം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കിന്നുണ്ടാകണമേ എന്ന് ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനമായിരുന്നു. അതിതാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട്, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അങ്ങനെ 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിച്ചാണ്. കർത്താവിൻ്റെ പക്കലേക്ക് വന്ന, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിൻ്റെ ഭക്തരായ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് തള്ളിക്കളയുകയില്ല. ഇന്ന് പഠിക്കുന്ന വചനം സെഫാനിയായുടെ പുസ്തകം, അതിൻ്റെ 2-ാം അധ്യായം 3-ാം വചനമാണ്. ഒരു ചെറിയ പുസ്തകമാണത്. ബൈബിളിലെ അവസാന ഭാഗങ്ങളിലുള്ള ഒരു 3 അധ്യായം മാത്രമുള്ള പുസ്തകം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വചനമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിൽ സെഫാനിയ അല്ല, സെഫനായ എന്നതാണ് അതിനെ ഉച്ചരിക്കുക. അപ്പം ദ ബുക്ക് ഓഫ് ദ പ്രോഫിറ്റ് സെഫനായ ചാപ്റ്റർ 2 വേഴ്സ് 3 ഇതാണ് നാം പഠിക്കുന്ന വചനം. അതിങ്ങനെയാണ്. അവിടുത്തെ ഈ വചനം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ പതിയാത്ത ഒരു വചനമാണ്. ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഇതുവരെ സ്ട്രൈക്ക് ചെയ്ത് ഇന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് എടുത്തു നോക്കി. ഇന്നലെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന വചനമാണ്. അപ്പം വായിച്ച് കടന്നു പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ ആ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ആവശ്യപ്പെടുന്ന ഒരു പുണ്യമാണ് വിനയം, എളിമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതല്ലേ കഴിഞ്ഞ ദിവസം നാം പഠിച്ചില്ലേ, കർത്താവിൻ്റെ സന്നിധിയിൽ, അവിടുത്തെ സന്നിധിയിൽ വിനീതനായി നീതി പ്രവർത്തിക്കുക, അവിടുത്തെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക എന്നൊക്കെ പഠിച്ച ഒരു വചനമുണ്ടല്ലോ. ആ വചനമൊക്കെ എടുത്ത് നോക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നാണ് എളിമ എന്ന പുണ്യം. നമുക്ക് അറിയാം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഒരു പുണ്യമാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട്, ഞാനത്ര എളിമയുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് വിനീതനായി ചരിക്കുക, അതായത് എളിമ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുക. സീക്ക് ദ ലോർഡ് ഓൾ യു ഹംബിൾ ഓഫ് ദ ലാൻഡ്. സീക്ക് ദ ലോർഡ് ഓൾ യു ഹംബിൾ ഓഫ് ദ ലാൻഡ് ഹു ഡു ഹിസ് കമാൻഡ്സ്. Seek righteousness, seek humility. Perhaps you may be hidden on the day of the Lord's wrath. ഇതാണ് വചനം പറയുന്നത്. Seek the Lord, all you humble of the land who do his commands. Seek righteousness, seek humility. എളിമ എന്ന പുണ്യം നാം അഭ്യസിക്കണം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട, മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തേണ്ട വ്യക്തികളായി എളിമയിലൂടെ ജീവിക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.